പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരം ഉയർന്നു കേൾക്കുക. അത് തീരൂല. ജനങ്ങളുള്ളിടത്തോളം കാലം മാലിന്യങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കേരളത്തിൽ പഞ്ചായത്ത് രാജിൻ്റെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത പരിശോധിക്കാനായിട്ട് കേരള ഗവൺമെൻറ് നിയമിച്ച ഒരു കമ്മിറ്റിയുടെ പേര് എസ് ബീസൻ കമ്മിറ്റി 1996. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. I+ന്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ലോക്കൽ സെൽ ഗവൺമെൻറ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തോടുകൂടി ആ ക്ലാസ് അവസാനിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ ക്ലാസ്സുകളായി നമ്മൾ പഞ്ചായത്ത് രാജ് കമ്മിറ്റികളും പഞ്ചായത്ത് രാജ് ആക്റ്റും മുനിസിപ്പാലിറ്റീസ് ആക്റ്റും ഒക്കെ പറഞ്ഞു പോവുകയായിരുന്നു. ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. മുനിസിപ്പാലിറ്റീസ് ആക്ട് അഥവാ 74th അമെൻമെന്റ് ആക്ട് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നോക്കൂ, മുനിസിപ്പാലിറ്റി മേഖലയിൽ അഥവാ നഗരപാലികാ ബില്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞ ആ നിയമത്തിൽ പ്രകാരം നോക്കൂ, മുനിസിപ്പാലിറ്റികളിലൊക്കെ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. The Act mandates the creation of an independent state election commission in each state for superintendence, direction and control of all municipal election. മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് എന്തുണ്ടാകണം? ഒരു സംസ്ഥാന തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് ഈ നിയമപ്രകാരം. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പ് നടത്താനും ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൽ ഉള്ളത് എങ്ങനെയാണ്? കോമൺ കമ്മീഷൻ. എ കോമൺ കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ കണ്ടക്ടിങ് ഇലക്ഷൻ ടു പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മൊത്തം 2 മേഖലകൾ, റൂറലും അർബൻ മേഖലയിലും തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒറ്റ കമ്മീഷന്റെ കീഴിലാണ്. അതിനെ നമ്മൾ വിളിക്കും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അത് ഓർമ്മിച്ച് വെച്ചോളുക, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ആർട്ടിക്കിൾ 243K 243ZA ഇത് രണ്ടും വരും. പക്ഷെ 243K അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിൻ്റെ സെക്ഷൻ എപ്പോഴും പറയുന്നത്. ഓർത്ത് വെച്ചോളൂ. സ്റ്റേറ്റ് അതുപോലെ തന്നെ ആ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. നോക്കൂ, എ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, എ സ്റ്റേറ്റ് finance commission must be constituted every 5 years to review financial position of the municipalities and make a recommendation to the governor about distribution of tax, grant in aid from the state to municipalities. നമ്മൾ അവിടെ പഠിച്ച അതേപോലെ എന്തിനാണ് ഒരു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കുന്നത്? പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും സാമ്പത്തിക നില അവലോകനം ചെയ്യുവാനും സർക്കാർ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന്, സംസ്ഥാനത്തിന് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഏത് മാനദണ്ഡ പ്രകാരം ഇവർക്ക് ഗ്രാന്റുകൾ അനുവദിക്കണമെന്നൊക്കെ ശുപാർശ ചെയ്യുന്ന ഒരു കമ്മീഷന്റെ പേരാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. നോക്കൂ, ബോത്ത് ദി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് ഫിനാൻസ് കമ്മീഷൻ ആർ അപ്പോയിന്റഡ് ബൈ ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ്. ഈ 2 കമ്മീഷനെയും ഗവൺമെന്റിന് വേണ്ടിയിട്ട് നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. മറക്കാതിരിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം. ഇത് 5 വർഷം റിവ്യൂ ദി ഫിനാൻഷ്യൽ 5 years. നോക്കൂ, എവറി 5 years സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ആയാലും നാഷണൽ ഫിനാൻസ് കമ്മീഷൻ അതിൻ്റെ പീരീഡ് ഒന്ന് തന്നെയാണ്. 5 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് നിയമിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാം. അടുത്ത നോക്കാം നമുക്കിവിടെ. 12th ഷെഡ്യൂൾ 18 വിഷയങ്ങൾ അടങ്ങുന്നതാണ് 11ാം ഷെഡ്യൂൾ. 11ാം ഷെഡ്യൂൾ അല്ലേ മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദി 74th അമെൻമെന്റ് ആക്ട് ആഡഡ് 12th, ഇവിടെ 11 മുനിസിപ്പാലിറ്റിയാണ് കേട്ടോ. 11 മുനിസിപ്പാലിറ്റി, 11 പഞ്ചായത്താണ്. 11 പഞ്ചായത്താണ്. വിച്ച് ഷെഡ്യൂൾ ഡീൽസ് വിത്ത് പഞ്ചായത്ത്
പഞ്ചായത്ത് രാജ് അതാണ് 11, ഇവിടെ 12th ആണ്. 12th കേട്ടോ, ഞാൻ എഴുതി മാറിപ്പോയാണ്, കറക്റ്റ് ചെയ്തോളൂ. 12th 12ാം ഷെഡ്യൂളാണ്. 12ാം ഷെഡ്യൂളിൽ എത്ര വിഷയങ്ങൾ പറയുന്നുണ്ട്? 18 വിഷയങ്ങൾ അടങ്ങുന്നതാണ്. 74th Amendment Act added 12th schedule which outlines 18 functions and responsibilities that state government can transfer urban local bodies to enable them to function as effective unit of self government. അതായത് വളരെ കാര്യക്ഷമമായി സെൽഫ് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടൊരു 18 വിഷയങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? മുനിസിപ്പാലിറ്റിയെ ഏൽപ്പിച്ചിരിക്കുന്നു. അതനുസരിച്ച് വേണം മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ കീ ഫങ്ഷൻസ്, അതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് പരിശോധിക്കാം. അവിടെ പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ സമാനം തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എങ്കിലും നിങ്ങൾ ഓർക്കുക, അർബൻ പ്ലാനിങ് ഇൻക്ലൂഡിങ് ടൗൺ പ്ലാനിങ്. എന്താ ഈ ടൗൺ പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏത് കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റി ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ടൗൺ പ്ലാൻ ഓഫീസർ കാണും, ടൗൺ പ്ലാനിങ് ഓഫീസർ. എന്താണ് ഈ ടൗൺ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അതായത് ദി പ്രോപ്പർ യൂസ് ഓഫ് ലാൻഡ്, നമ്മുടെ ഭൂമിയുടെ, അർബൻ മേഖലയിലുള്ള ഭൂമിയുടെ ശരിയായ വിനിയോഗം, അതാണ് അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതായത് അവിടെ അനധികൃതമായ ബിൽഡിങ്ങുകൾ പണിയാതെ നിയമപരമായ രീതിയിൽ തന്നെ, നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെ ആ ടൗണിനെ ഒന്ന് പ്ലാൻ ചെയ്തെടുക്കുക. അത്ര തന്നെ, അത് തന്നെയാണ്. അതായത് നമ്മുടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അരുതാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, വിധേയമായി തന്നെ ആ ടൗണിനെ ഒന്ന് പ്ലാൻ ചെയ്തെടുക്കുക, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അർബൻ പ്ലാനിങ് ഇൻക്ലൂഡ് ടൗൺ പ്ലാനിങ്. അടുത്ത് നോക്കൂ, റെഗുലേഷൻ ഓഫ് ലാൻഡ് യൂസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്. ലാൻഡ് യൂസ് എന്ന് പ്രഥമം, അതായത് നമ്മുടെ ഭൂമിയെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക, അതിന് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, നമ്മുടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം വഹിക്കുക. നമ്മൾ നേരത്തെ പഞ്ചായത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. നമ്മുടെ ഒരു കെട്ടിടം വയ്ക്കണമെങ്കിൽ പ്ലാൻ അപ്രൂവ് ചെയ്യേണ്ടത് റൂറൽ ഏരിയയിലാണെങ്കിൽ പഞ്ചായത്ത്, അർബൻ മേഖലയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റീസ് ഓർ കോർപ്പറേഷൻ. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട, കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട, ലാൻഡ് യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുക. പ്ലാനിങ് ഫോർ ആൻ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. നോക്കൂ, സാമ്പത്തിക സാമൂഹിക വികസനം ലക്ഷ്യമിടുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, റോഡുകളും പാലങ്ങളും പണിയുക എന്നത് തീർച്ചയായിട്ടും നമ്മുടെ മുനിസിപ്പാലിറ്റീസിൻ്റെ ലക്ഷ്യം തന്നെയാണ്. അടുത്ത് നോക്കൂ, വാട്ടർ സപ്ലൈ ഫോർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ പർപ്പസസ്. നമ്മുടെ ജലത്തിൻ്റെ ഉപയോഗം എല്ലാവർക്കും ഒരേപോലെ അല്ല ഉപയോഗമുള്ളതും, എല്ലാവർക്കും ഒരേ റേറ്റുമല്ല, ചാർജുമല്ല ഈടാക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനുള്ള ചാർജ് അല്ല ഇൻഡസ്ട്രിയൽ പർപ്പസിന്, ആ ചാർജ് ആയിരിക്കില്ല കൊമേഴ്സ്യൽ പർപ്പസസിന്. പല രീതിയിലുള്ള താരിഫൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്ടർ സപ്ലൈ ഫോർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ പർപ്പസ്, അതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ഈ കോർപ്പറേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ് ആണ്. അടുത്ത് നോക്കൂ, പബ്ലിക് ഹെൽത്ത്, പൊതുജനാരോഗ്യം, സാനിറ്റേഷൻ, ശുചിത്വം, കൺസർവൻസി, കരുതൽ, ആൻഡ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലേ? എല്ലാ മുനിസിപ്പാലിറ്റിയുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഖരമാലിന്യ സംസ്കരണമാണ്. ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുക എന്നത് നമ്മൾ ഒരുപാട് പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരം ഉയർന്നു കേൾക്കുക. അത് തീരൂല. ജനങ്ങൾ ഉള്ളിടത്തോളം കാലം മാലിന്യങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അല്ലേ? നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്തോളം കാലം നമ്മൾ മാലിന്യങ്ങൾ ഉപേക്ഷിക്കും, മാലിന്യങ്ങൾ വലിച്ചെറിയും. ഇതൊക്കെ ഇനി എത്ര നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ ഇതൊരു വലിയ തലവേദനയാണ്. എന്നാലും ഈ മാലിന്യ വിഷയങ്ങൾ പരിഹാരം കാണേണ്ടത് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പം പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ അങ്ങനെ ഒരു വിഭാഗത്തെ, ഹരിത കർമ്മസേന എന്നൊക്കെ പറയുന്ന വിഭാഗത്തെ നിയമിച്ചിരിക്കുന്നത്. അവർ വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് കരമാലിന്യങ്ങളും ഒക്കെ ഏറ്റെടുക്കുന്നുണ്ട്. അവർക്ക് ചെറിയൊരു ഫീസ് 100 പഞ്ചായത്ത് മേഖലയാണെങ്കിൽ ഇപ്പോൾ 50 രൂപയുള്ളൂ പലയിടത്തും. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മേഖലയിൽ 100 രൂപ അങ്ങനെയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ഫീസോടുകൂടി അതിനുള്ള സംവിധാനം. പക്ഷെ അതൊക്കെ
എത്ര തന്നെ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കിയാലും പിന്നെയും പരാതികൾ ഉണ്ടാകും. ഈ ഖരമാലിന്യം ആണ് വാസ്തവത്തിൽ സംസ്കരിക്കുവാനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. നോക്കൂ, പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തട്ടെ ആധുനിക രീതിയിൽ സംസ്കരിക്കാൻ, ഉടനെ ജനങ്ങൾ പ്രക്ഷോഭമാവും. ആ പ്രദേശവുമായി ബന്ധപ്പെട്ടവരെല്ലാം അവിടെ നമ്മൾ ഈ ഒരിക്കൽ വിളപ്പിശാല, അതുപോലെ തന്നെ എറണാകുളത്ത്, തിരുവനന്തപുരത്ത് വിളപ്പിശാല, എറണാകുളത്ത് ബ്രഹ്മപുരം, അങ്ങനെ കൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഇതൊക്കെ കണ്ടതാണ്, ജനപ്രക്ഷോഭങ്ങൾ. അപ്പോൾ ഇതൊരു വലിയ വിഷയമാണ്. ഇത് വളരെ തന്ത്രപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് ഈ കോർപ്പറേഷൻ്റെ ചുമതലയാണ്. പബ്ലിക് ഹെൽത്ത്, സാനിറ്റേഷൻ, കൺസർവൻസി ആൻഡ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. തീർന്നില്ല, ഫയർ സർവീസ്, അതുപോലെ തന്നെ നോക്കൂ, ഫയർ സർവീസ്, ദെൻ സ്ലം ഇംപ്രൂവ്മെന്റ് ആൻഡ് അപ്ഗ്രഡേഷൻ. എന്താണ് ഈ സ്ലം ഇംപ്രൂവ്മെന്റ്? സ്ലം ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ചേരി പ്രദേശങ്ങളെ മെച്ചപ്പെടുത്തി അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നതും കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ചുമതലയാണ്. അർബൻ പോവർട്ടി അലിവേഷൻ, അർബൻ മേഖലയിൽ, നഗരമേഖലയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൊണ്ടുവരിക. അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് സച്ചസ് പാർക്ക്, ഗാർഡൻസ്, കണ്ടോ, പാർക്സ്, ഗാർഡൻസ് ആൻഡ് പ്ലേ ഗ്രൗണ്ട്. നഗരമേഖലയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. എന്തൊക്കെ ഒരുക്കിക്കൊണ്ട്? പാർക്കുകൾ, ഗാർഡൻസ്, അതുപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട്. പബ്ലിക് അമ്യൂണിറ്റീസ് ഇൻക്ലൂഡിങ് സ്ട്രീറ്റ് ലൈറ്റിംഗ്, പാർക്കിംഗ് ലോട്ട്സ്, ബസ് സ്റ്റോപ്സ് എക്സെട്ര. നോക്കൂ, പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏരിയകൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ പ്രശ്നം വന്നാൽ പരിഹരിക്കണം. ബസ് സ്റ്റോപ്പുകളൊക്കെ നവീകരിക്കണം, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, ഇത് നമ്മൾ പഞ്ചായത്തിലും പറഞ്ഞതാണ് അല്ലേ. ജനന മരണ രജിസ്ട്രേഷൻ ഇത് ഇവരുടെ ചുമതലയാണ്. ഇത്രയും അതൊന്നും കാണാതെ പഠിക്കണ്ട, വായിച്ചങ്ങ് വിട്ടേക്കുക. കുറേ ഒരു 5-6 പ്രാവശ്യം വായിക്കണം. കാരണം ഇതിൽ ഏതൊക്കെയാണ് ഇതിൻ്റെ ചുമതലയിൽ പെടാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കും. പണ്ടത്തെ രീതിയിലാണെങ്കിൽ നമുക്ക് 2 ക്ലാസ് കൊണ്ട് ഇത് പഠിച്ച് തീർക്കാമായിരുന്നു. ഇപ്പം നമ്മൾ എത്ര ക്ലാസ്സുകളായി. കാരണം ഇങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വിശാലമായിട്ട് പറയുന്നത്. നിങ്ങൾക്കത് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും നമ്മൾ പറഞ്ഞു പോകാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്ക് പ്ലാനിങ് കമ്മിറ്റീസ്. അടുത്ത് നോക്ക്, എന്താണ് ഈ പ്ലാനിങ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ? അതൊന്ന് ശ്രദ്ധിക്കണം. പ്ലാനിങ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. എന്താണ് ഈ പ്ലാനിങ് കമ്മിറ്റി? ദി ആക്ട് ആൾസോ പ്രൊവൈഡ്സ് ഫോർ 2 ഇമ്പോർട്ടൻറ്റ് പ്ലാനിങ് ബോഡീസ് ടു എൻഷുവർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ്. അതായത് നമ്മുടെ സംയുക്തമായിട്ടുള്ളൊരു വികസനത്തിന് വേണ്ടി 2 തരത്തിലുള്ള ബോഡീസിന്, ഇമ്പോർട്ടൻ്റ് പ്ലാനിങ് ബോഡീസിന് നിയമിച്ചിട്ടുണ്ട് ഈ ആക്ട് പ്രകാരം. ഒന്ന് DPC, ഡിസ്ട്രിക്റ്റ് പ്ലാനിംഗ് കമ്മിറ്റി. ഡിസ്ട്രിക്റ്റ്, ജില്ലാ ആസൂത്രണ കമ്മിറ്റി എന്ന് മലയാളത്തിൽ പറയാം. ജില്ലാ ആസൂത്രണ കമ്മിറ്റി, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി. എന്തിനാണ്? ടു കൺസോളിഡേറ്റ് ദി ഡെവലപ്മെന്റ് പ്ലാൻസ് പ്രിപ്പയർഡ് ബൈ ബോത്ത് റൂറൽ ആൻഡ് അർബൻ ലോക്കൽ ബോഡീസ് ഇൻ ദി ഡിസ്ട്രിക്റ്റ്. ജില്ലയിലെ റൂറൽ ആൻഡ് അർബൻ ബോഡീസ്, ജില്ലയിലെ റൂറൽ അർബൻ ബോഡീസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഡെവലപ്മെന്റ്, രണ്ടിനും കൂടിയുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി. ഇനി നോക്കൂ, മെട്രോപൊളിറ്റൻ കമ്മിറ്റി, MPC എന്ന് പറയും. ടു പ്രിപ്പയർ എ ഡ്രാഫ്റ്റ് ഡെവലപ്മെന്റ് പ്ലാൻ ഫോർ ദി മെട്രോപൊളിറ്റൻ ഏരിയാസ്. വലിയ മെട്രോപൊളിറ്റൻ ഏരിയയുടെ വികസനം പ്ലാൻ ചെയ്യുന്നതിനുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ എന്താണ് നമ്മൾ പറയല്ലോ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നൊക്കെ പറയുന്ന പോലെ, ഇന്ത്യയുടെ വികസനം പ്ലാൻ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അംഗീകരിക്കുന്നതിനൊക്കെ പോലെ, അതുപോലത്തെ ഒരു സമിതിയാണ് ജില്ലാ തലങ്ങളിൽ വന്നിട്ട് ഏത് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയും അതുപോലെ മെട്രോപൊളിറ്റൻ ഏരിയയിൽ മെട്രോ പ്ലാനിംഗ് കമ്മിറ്റി. ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചോളുക. ഇനി നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് നമുക്ക് പഠിക്കാനുള്ളത്, കേരള പഞ്ചായത്ത് രാജ് ആക്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിക്കണേ. കേരള പഞ്ചായത്ത് രാജ് ആക്ട് എന്നാണ് പാസ്സാക്കിയത്? 1994. സ്റ്റേറ്റ് ലോ ദാറ്റ് ഗവേൺ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് വില്ലേജ് ആൻഡ് അതർ പഞ്ചായത്ത്സ് ഇൻ കേരള. കേരളത്തിലെ പഞ്ചായത്തുകളുടെ നിയന്ത്രണത്തിനായിട്ട് ഗവേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കുന്നത്. ശ്രദ്ധിക്കണം, ദിസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ April 23, 1994.
1994 ഏപ്രിൽ 23 മറക്കരുത്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കിയതെന്നോ നിലവിൽ വന്നതെന്നോ ചോദിച്ചാൽ ഈ ഡേറ്റ് പറഞ്ഞാൽ മതി. നിങ്ങൾ രണ്ട് രീതിയിലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കിയതെന്ന് നിലവിൽ വന്നത് ഈ ഒറ്റ ഡേറ്റ് നിങ്ങൾ പഠിച്ചാൽ മതി. ഏപ്രിൽ 23, 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് മറക്കരുത്. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് തിരിച്ചു പറയണം അല്ലേ. 1993 ഏപ്രിൽ 24 കണ്ട ഇത് തിരിച്ച് 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്ത് രാജ് ആക്ട് came into force. This act enacted in accordance with the 73rd Amendment Act of 1992 of the Constitution and its provisions which transferred powers to local self-government because effective which became effective from October 2nd, 1995. ശ്രദ്ധിക്കണേ, ഇവിടെ പലരും തെറ്റായി പറയുന്നൊരു കാര്യമുണ്ട്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കിയത് ഈ ദിവസവും നിലവിൽ വന്നത് ഈ ദിവസവും തെറ്റാണ്. പാസ്സാക്കിയത് നിലവിൽ വന്നത് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23 തന്നെയാണ്. ആ കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം കേരളത്തിലെ പഞ്ചായത്ത് രാജ് ഓർഗനൈസേഷൻസ് റീഓർഗനൈസ് ചെയ്യപ്പെട്ടതാണ് ഈ ദിവസം. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കപ്പെട്ടതാണ് ഒക്ടോബർ 2, 1995. അത് എഫക്റ്റീവായി മാറിയത് ഈ ആക്ട് ശരിക്കും ആക്ട് പ്രകാരം സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയത്. അങ്ങനെ ഈ ആക്ട് പ്രകാരം പ്രവർത്തിച്ചു തുടങ്ങിയ ദിവസമാണ്. ദി ചീഫ് മിനിസ്റ്റർ അറ്റ് ദി ടൈം ഓഫ് ദിസ് ആക്ട് എനാക്റ്റഡ് ഇൻ 1994 വാസ് കെ കരുണാകരൻ. പരീക്ഷയ്ക്ക് ചോദിക്കും, ദി ചീഫ് മിനിസ്റ്റർ ഡ്യൂറിംഗ് ദി ടൈം ഓഫ് പാസിംഗ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കെ കരുണാകരൻ. നോക്കൂ, അടുത്തത് ഒരു പ്രധാന കാര്യം ഇവിടെ നിങ്ങൾ ഓർക്കണം. ഇത് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. ദി പ്രിക്കോസർ ലെജിസ്ലേഷൻ ടു കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994. 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ മുൻഗാമി പ്രൊഡ്യൂസർ പ്രിക്കോസർ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. അതിനെ വിളിക്കുന്നത് കേരള പഞ്ചായത്ത് ആക്ട് 1960. 1960 പകുതിയോടുകൂടിയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് സ്ഥാപനങ്ങൾ നിലവിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആ നിലവിൽ വന്ന വർഷം തന്നെ കേരളത്തിലൊരു പഞ്ചായത്ത് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ ആ ആക്ട് നിലവിൽ വന്നത് 1 ജാനുവരി 1962. നിങ്ങൾ വ്യക്തമായിട്ട് ഞാൻ ഈ പറയുന്നൊരു കാര്യം ഓർക്കണം. ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നതെന്ന് അല്ലെങ്കിൽ പാസ്സാക്കിയതെന്ന്. എല്ലാവരും 1994 ഏപ്രിൽ 23 എന്നുള്ള ഡേറ്റാണ് മനസ്സിലുണ്ടായിരുന്നത്. അത് ഓപ്ഷനിൽ പോലും ഇല്ലായിരുന്നു. പകരം ആൻസറായി വന്നത് ഇതാണ്. ശ്രദ്ധിക്കണം. കാരണം ആദ്യമായിട്ട് കേരള പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കിയത് 60-ലും ആ ആക്ട് നിലവിൽ കേരള പഞ്ചായത്ത് ആക്ട് നിലവിൽ വന്നത് 1962 ജാനുവരി 1 ഇത് കേരള പഞ്ചായത്ത് ആക്ട് 1960 came into force based on the recommendation of the Administrative Reforms Committee appointed by the government of Kerala in 1957. 1957 ഭരണപരിഷ്കരണ കമ്മീഷൻ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഭരണപരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് കേരളത്തിൽ ആദ്യമായിട്ടൊരു പഞ്ചായത്ത് ആക്ട് പാസ്സാക്കിയത്. എന്നാൽ കേരള പഞ്ചായത്ത് ആക്ട് 1960 എസ്റ്റാബ്ലിഷ്ഡ് 2-tier സിസ്റ്റം ഓഫ് സെൽഫ് ഗവൺമെന്റ്. അവിടെ പക്ഷെ ആ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് ദ്വിതല പഞ്ചായത്ത് സംവിധാനം, വില്ലേജ് പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്ട് കൗൺസിൽ. വില്ലേജ് പഞ്ചായത്തും ഡിസ്ട്രിക്ട് ഇടത്തട്ടിലില്ല. വില്ലേജ് പഞ്ചായത്തും ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഒരു പഞ്ചായത്ത് മാത്രം വിഭാവന ചെയ്തുകൊണ്ട് 1960 കേരള പഞ്ചായത്ത് ആക്ട് പാസ്സാക്കി. 62 ജാനുവരി 1 അത് നിലവിൽ വന്നു. കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കരണ കമ്മീഷനായ EMS നമ്പൂതിരിപ്പാടിന്റെ അധ്യക്ഷതയിലുള്ള ഭരണപരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് അത് നിലവിൽ വന്നത്. എന്നാൽ ഇപ്പം ആ ആക്ടിന് പ്രസക്തിയില്ല. ആ ആക്ട്
റദ്ദാക്കിക്കൊണ്ട് തന്നെയാണ് 1994 പുതിയ കേരള പഞ്ചായത്ത് രാജ് ആക്ട് വന്നത്. ഇപ്പം കേരളത്തിലെ പഞ്ചായത്ത് രാജ് ആക്ട്, ആ ആക്ട് പ്രകാരം തന്നെയാണ് കേരളത്തിലെ പഞ്ചായത്തുകൾ മുന്നോട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ആക്ടിന് ഇപ്പം പ്രസക്തി ഇല്ലെങ്കിലും കേരള പഞ്ചായത്ത് രാജ് ആക്ട് എന്ന് പാസ്സാക്കി എന്ന് ചോദിച്ചിട്ട് 1994 ഏപ്രിൽ 23 എന്നൊരു ഡേറ്റ് ആൻസറിൽ ഇല്ല എങ്കിൽ നിങ്ങൾ പരിഗണിക്കേണ്ടത് 1962 ജാനുവരി 1 ഈ ആക്ട് നിലവിൽ വന്നത്. അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക, കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നതെന്ന് 1994 ഏപ്രിൽ 23 തന്നെയാണ്. ആ ആൻസർ ഇല്ല എങ്കിൽ 1962 ജാനുവരി 1 എഴുതണം. ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഇനി നിങ്ങൾ അത് തെറ്റിക്കരുത്. കേരള പഞ്ചായത്ത് ആക്ട് 1960 വാസ് റീപ്ലേസ്ഡ് ബൈ ദി കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 വിച്ച് എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ 3-tier സിസ്റ്റം ഓഫ് പഞ്ചായത്ത്. നേരത്തെ 2-tier ആണ് 60 പാസ്സാക്കി 62 നിലവിൽ വരികയും ചെയ്ത കേരള പഞ്ചായത്ത് ആക്ടിൽ പറയുന്നതെങ്കിൽ കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 3-tier സിസ്റ്റം, അത് മറ്റേ ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് ഇനി ആ ആക്ടിന് പ്രസക്തിയില്ല. എങ്കിലും ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്, ആദ്യമായിട്ട് പാസ്സാക്കിയ ആക്ട് ആയതുകൊണ്ട്. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആയോ? യെസ്, ഇത്രയും ക്ലിയർ ആയെങ്കിൽ നമുക്ക് മറ്റൊരു ഏരിയയിലേക്ക് കടക്കാം. ദി സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം. നോക്കൂ, ആ ആക്ട്, കേരള പഞ്ചായത്ത് രാജ് ആക്ടുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റം റൂറൽ 3-tier ഹൈറാർക്കി വിത്ത് ഗ്രാമപഞ്ചായത്ത് അറ്റ് ബോട്ടം, ബ്ലോക്ക് പഞ്ചായത്ത് ഇൻ മിഡിൽ, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അറ്റ് ടോപ്പ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞാണ്. നഗരപാലിക സിസ്റ്റത്തിൽ അർബൺ, ദിസ് ഇൻക്ലൂഡ്സ് മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ആൻഡ് നോക്കൂ, ദിസ് ഇൻക്ലൂഡ്സ് മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ. അത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. ദി കമ്മിറ്റി അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഇൻ ഇതൊന്ന് ശ്രദ്ധിക്കണേ. ദി കമ്മിറ്റി അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഇൻ 1969 ടു റെക്കമെൻഡ് ഇംപ്രൂവ്മെന്റ്സ് ടു ദി ലോക്കൽ ഗവൺമെന്റ് സിസ്റ്റം. SB സെൻ കമ്മിറ്റി പഠിക്കണം. SB സെൻ കമ്മിറ്റി, അതായത് 94 പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നല്ലോ കേരളത്തിൽ. 96 ആയപ്പം കേരള സർക്കാർ ഒരു കമ്മിറ്റിയെ നിയമിക്കുകയാണ്. കേരളത്തിലെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ. അപ്പം കേരളത്തിൽ പഞ്ചായത്ത് രാജിൻ്റെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത പരിശോധിക്കാനായിട്ട് കേരള ഗവൺമെന്റ് നിയമിച്ച ഒരു കമ്മിറ്റിയുടെ പേര് SB സെൻ കമ്മിറ്റി 1996 അത് കേരള ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ്, ഇന്ത്യ ഗവൺമെന്റ് അല്ല. കേരളത്തിലെ ഡീസെൻട്രലൈസേഷനെ കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് 1966 കേരള ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റി എന്ന് വെച്ചാൽ SB സെൻ കമ്മിറ്റി. മറക്കരുത്. ഇത്രയേ ഉള്ളൂ പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. എന്താണ് പെസ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്, പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയ ആക്ട്. പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയ ആക്ട് 1996 അതായത് പ്രൊവിഷൻസ് ഓഫ് പാർട്ട് 9 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റിംഗ് ടു പഞ്ചായത്ത്സ് ആർ നോട്ട് ആപ്ലിക്കബിൾ ടു 5th ഷെഡ്യൂൾഡ് ഏരിയ. 5th ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലെ 5th ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക മേഖലകളുടെ ഭരണത്തെക്കുറിച്ച് പറയാം. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ്. അങ്ങനെ 5th ഷെഡ്യൂളിൽ ബാധകമായിരുന്നില്ല നമ്മുടെ ഇന്ത്യയിലെ 73ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് ആക്ട്. അപ്പോൾ ഈ അത് 9 പറയുന്ന പഞ്ചായത്ത് രാജ് ആക്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളൊന്നും 5th ഷെഡ്യൂൾ ഏരിയയ്ക്ക് ബാധകമായിരുന്നില്ല. നോക്കൂ, however the parliament may extend these provisions to such area subject to exception and modification as it may specify. Under this provision the parliament has enacted PESA Act. നോക്കൂ, പെസ ആക്ട് എന്നൊരു ആക്ട് പാർലമെന്റ് പാസ്സാക്കി. എന്തിനാണെന്നറിയാമോ? പഞ്ചായത്തി രാജ് ആക്ട് ബാധകമാകാത്ത ഷെഡ്യൂൾഡ് ഏരിയയ്ക്ക്
ഈ പഞ്ചായത്ത് രാജ് ആക്ടിലെ ചില വ്യവസ്ഥകൾ മോഡിഫിക്കേഷനൊക്കെ വരുത്തിക്കൊണ്ട് അത് ആപ്ലിക്കബിൾ ആക്കിക്കൊണ്ട് ഒരു പുതിയ നിയമം പെസ ആക്ട്, പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയ ആക്ട് 1996 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആക്ട് വന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇത് വരുന്ന ഈ നമ്പർ ഒന്ന് കട്ട് ചെയ്തോളണേ, വെറുതെ വന്നു പോയതാണ്. അതുപോലെ തന്നെ ഇതും ഒന്ന് ശ്രദ്ധിച്ചോളൂ. നോക്കൂ, 10th സ്റ്റേറ്റ്, നോക്കൂ 10th സ്റ്റേറ്റ് ഇൻ 5th ഷെഡ്യൂൾ. 5th ഷെഡ്യൂൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു 10 സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ്. 10 സംസ്ഥാനങ്ങൾക്ക് ഈ പഞ്ചായത്ത് രാജ് ആക്ട് ബാധകമല്ല. അതിനു വേണ്ടിയിട്ടാണ് പെസ ആക്ട് കൊണ്ടുവന്നത്. അത് ഏതൊക്കെ സ്റ്റേറ്റുകൾ? ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ ആൻഡ് രാജസ്ഥാൻ. ഇങ്ങനെ 10 സംസ്ഥാനങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പഞ്ചായത്ത് രാജ് ആക്ട് ബാധകമല്ലാതിരുന്നിടത്ത് പെസ ആക്ട് കൊണ്ടുവന്ന് അതിലെ പല വ്യവസ്ഥകളും മോഡിഫൈ ചെയ്ത് നടപ്പിലാക്കി. അതിൻ്റെ പേരാണ് പെസ ആക്ട്. ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി പെസ ടു എക്സ്റ്റെൻഡ് പ്രൊവിഷൻസ് ഓഫ് പാർട്ട് 9 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയ വിത്ത് സർട്ടൺ മോഡിഫിക്കേഷൻ. പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് തന്നെ മോഡിഫിക്കേഷനിലൂടെ ഈ ചില ഏരിയയിലേക്ക് ബാധകമാക്കുക എന്നതായിരുന്നു ഈ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. ടു പ്രൊവൈഡ് സെൽഫ് റൂൾ ഫോർ ദി ബൾക്ക് ഓഫ് ട്രൈബൽ പോപ്പുലേഷൻ. ഈ പ്രദേശങ്ങൾ കൂടുതലും ട്രൈബൽ പോപ്പുലേഷൻ, ഗിരിവർഗ മേഖലയാണ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആദിവാസി മേഖലകളാണ്. അവർക്ക് സെൽഫ് ഗവൺമെൻറ് എന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ സെൽഫ് ഗവൺമെൻറ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ, സെൽഫ് റൂള് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നോക്കൂ, ടു ഹാവ് വില്ലേജ് ഗവേണൻസ് വിത്ത് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി. വില്ലേജ് ഗവേണൻസ്, അവരെ പങ്കാളിത്ത ജനാധിപത്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ നിയമം കൊണ്ടുവന്നു. അടുത്തത് ടു സേഫ് ഗാർഡ് ആൻഡ് പ്രിസർവ് ദി ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ് ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റി. ആ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ കസ്റ്റംസ് നിലനിർത്താൻ വേണ്ടി, സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മറ്റേ ആക്ട് വന്നു കഴിഞ്ഞാൽ പല ഇവരുടെ കസ്റ്റംസ് ഒക്കെ പ്രതികൂലമായി ബാധിക്കപ്പെടും. അതുകൊണ്ട് അത് തകരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ പുറമേൽപ്പിക്കാത്ത രീതിയിൽ പുതിയ നിയമം കൊണ്ടുവന്നു. ടു പ്രിവെന്റ് പഞ്ചായത്ത്സ് അറ്റ് ഹയർ ലെവൽ ഫ്രം അസ്യൂമിങ് ദി പവർ. ടു പ്രിവെന്റ് പഞ്ചായത്ത് അറ്റ് ഹയർ ലെവൽ ഫ്രം അസ്യൂമിങ് ദി പവർ. അതായത് പഞ്ചായത്ത് ഹയർ ലെവല് ലോവർ ലെവലിനെ വിഴുങ്ങാത്ത രീതിയിൽ, അതായത് നോക്കൂ, ടു പ്രിവെന്റ് പഞ്ചായത്ത് അറ്റ് ഹയർ ലെവൽ. ഹയർ ലെവലിലുള്ള പഞ്ചായത്ത് താഴെത്തട്ടിലേക്കുള്ള പഞ്ചായത്തിന് പഞ്ചായത്തിന് വേണ്ട പരിഗണന കൊടുക്കാതിരിക്കുന്ന അവസ്ഥ തടയുന്നതിന് വേണ്ടിയിട്ട് ടു പ്രിവെന്റ് പഞ്ചായത്ത് അറ്റ് ഹയർ ലെവൽ. ഹയർ ലെവൽ പഞ്ചായത്തിൻ്റെ അധികാരങ്ങൾ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ളവരുടെ അധികാരങ്ങൾ മേൽത്തട്ടിലുള്ള പഞ്ചായത്ത് കവർന്നെടുക്കുന്നത് തടയുക എന്ന ഉദ്ദേശവും ഇതിന് പിന്നിലുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നോക്കുക, 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. ഇതൊരു ചെറിയ ചാർട്ടാണ്, വേറെ ഒന്നുമില്ല ഇവിടെ പറയുന്നത്. 73rd അമെൻമെൻറ്റ് ആക്ട് പഞ്ചായത്ത് പഠിച്ച കാര്യങ്ങളാണ്, പാഠപുസ്തകത്തിലുള്ളത് ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. ഡിസ്ട്രിക്ടൽ സിസ്റ്റം, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇവിടെ നഗരപാലിക സിസ്റ്റം, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, വാർഡ്, ഇവിടെ നമുക്ക് ഗ്രാമസഭ പറഞ്ഞ പോലെ വാർഡ് സഭ, ഇതെല്ലാം നമ്മൾ പറഞ്ഞത് തന്നെയാണ്. 11th ഷെഡ്യൂൾ, ഇവിടെ 12th ഷെഡ്യൂൾ, ഒന്നും പുതിയ പോയിന്റ് ഇല്ല. നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാകും. കോമൺ പ്രൊവിഷൻ വരുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, 1 year ഫോർ സ്റ്റേറ്റ് ലോ കൺഫേമിറ്റി. ആ പോയിന്റ് കൂടെ ഒന്ന് ഓർക്കുക. 1 year ഫോർ സ്റ്റേറ്റ് ലോ കൺഫേമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര നിയമം വന്നു കഴിഞ്ഞാൽ 1 വർഷത്തിനകം സംസ്ഥാന നിയമവുമായി പൊരുത്തപ്പെടുത്തിയാൽ മതി. കേന്ദ്രം ഒരു നിയമം കൊണ്ടുവന്നാൽ അത് 1 വർഷത്തിനകം സംസ്ഥാനം അതിനനുസരിച്ച് നിയമനിർമ്മാണം നടത്തുകയോ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുകയോ ചെയ്യണം. അതിന് 1 വർഷത്തെ പീരീഡിനെയാണ് നമ്മൾ പറയുന്നത് 1 year ഫോർ സ്റ്റേറ്റ് ലോ കൺഫേമിറ്റി. അപ്പോൾ സുഹൃത്തുക്കളെ, പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പുതിയ ഒരു ടോപ്പിക്കുമായി, ഫ്രഷ് ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.